രഞ്ജിത എവിടെ പോകാൻ വേണ്ടി ഇത്ര ഒരുങ്ങിയിരിക്കുന്ന? എടി ഐഷു, ഞാൻ നിന്റെ എത്ര തവണ പറഞ്ഞു എന്നെ ആൻറ്റീന്ന് വിളിക്കില്ല, ഇനി ഉമ്മാന്ന് വിളിക്കാൻ. നീ ഇതെപ്പോഴും മറന്നു പോവല്ലോ. അയ്യോ സോറി ഉമ്മ, ഞാൻ മനഃപൂർവ്വമല്ല, മറന്നു പോകുന്നതാണ്. ഇനി ഞാൻ ആൻറ്റീന്ന് വിളിച്ചാൽ എന്നെ അടിക്കുക എന്താണ് ചെയ്തത്? ഓക്കെ, ഞാൻ നിന്നെ അടിക്കൂ. പിന്നെ മോളെ എൻ്റെ ഉമ്മയ്ക്ക് വയ്യെന്നും പറഞ്ഞ് വിളിച്ച്, അതുകൊണ്ട് ഞാൻ ഒരു 2-3 ദിവസത്തേക്ക് അവിടെ നിൽക്കാൻ പോവാണ്. അപ്പോൾ സഫ്നയ്ക്കൊരു കൂട്ടായിട്ടാണ് മോളെ ഇങ്ങോട്ട് ഞാൻ വിളിച്ചത്. ഉമ്മക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? എൻ്റെ പൊന്നുമ്മ, സഫ്നയുടെ കൂടെ നിൽക്കണമെന്നാണ്, ഞാൻ എന്തിനാണ് ബുദ്ധിമുട്ട് കാണിക്കുന്നത്? അവളില്ലെങ്കിലാണ് എനിക്ക് ബുദ്ധിമുട്ട്. അപ്പോൾ ശരി ഉമ്മ, സന്തോഷത്തോടെ പോയിട്ട് വാ കേട്ടോ. ആ മോളെ, പിന്നെ സഫ്ന അവളുടെ റൂമിൽ കാണാൻ ചാൻസ് ഇല്ല. ചിലപ്പോൾ റൂം മാറിയിരിക്കും കിടന്നത്. എന്തായാലും മുകളിലത്തെ ഏതോ റൂമിലുണ്ട്. കാരണം അവളുടെ റൂമിൽ ഇന്നലെ എന്തോത്തിനെ കണ്ടെന്നോ പേടിച്ചെന്നൊക്കെ പറഞ്ഞ് അവൾ ആ റൂമിൽ കിടന്നില്ല. അതുകൊണ്ട് മോള് എവിടെ കിടക്കുന്നതെന്ന് എനിക്കവിടെ, ഞാൻ ഇന്ന് മോളോട്ട് പോയതേ ഇല്ല. നല്ല ബിസിയായിരുന്നു. പെട്ടെന്ന് തന്നെ ഉമ്മാർത്ത് ചെല്ലണമെന്ന് പറഞ്ഞ് ഇപ്പതാ ഇക്ക വരും. അപ്പം എനിക്ക് പോകണം. അമ്മ ശരി, അസ്സലാമലൈക്കും. നല്ലോണം പോയിട്ട് വരണേ. അമ്മ വലൈക്കും സലാം. പിന്നെ സഫ്ന എണീറ്റാകത്തില്ല, അവൾ ഇന്നലെ ലേറ്റായിട്ടാണ് കിടന്നത്. അപ്പോൾ രണ്ടുപേരും ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് കഴിക്കണേ. ആ അമ്മ കഴിക്കാം. എൻ്റെ പൊന്നു പടച്ചവന്, ഇനി അവൾ എവിടെ പോയാണോ കിടന്നിരിക്കുന്നത്? അവൾക്ക് സ്വന്തം റൂമിൽ കിടന്നൂടെ? ആദ്യം ഇതിന് തന്നെ തുടങ്ങും. എടി സഫ്ന, നീ അപ്പം നേരത്തെ എണീറ്റല്ലേ? ആ ഹെയർ ഡ്രയറൊക്കെ ഒന്ന് താത്ത് വെച്ചിട്ട് പുറത്തോട്ട് വാ. പെണ്ണിന്റെ സൗണ്ട്. സഫ്ന, നീ വരുന്നുണ്ട്? എനിക്ക് ബോറടിക്കുന്നു. നിന്നെയൊക്കെ ഒന്ന് തീറ്റിപ്പിച്ചിട്ട് വേണം നമുക്ക് എന്തെങ്കിലും ഡ്രാമ ഇരുന്ന് കാണാൻ. എക്സ്ക്യൂസ് മീ, എന്താ ഇവിടെ കാര്യം? സഫോനിക്ക് ഇപ്പം വന്ന് നാട്ടിലൊക്കെ ലാൻഡ് ചെയ്താ? അല്ല, ഇതൊക്കെ ചോദിക്കാൻ നീ ഏതാ? നിന്നെ ഇവിടെ കണ്ടിട്ടില്ലല്ലോ. എന്താ ആരും പറഞ്ഞപ്പോൾ മോഷ്ടിക്കാൻ വന്നതാണോ? വേണ്ടാത്ത നീ വിളിച്ച് പറയരുത്. ഞാൻ സഫ്നെ കാണാൻ വന്നേ. ഓഹോ, എന്നിട്ട് സഫ്നെ കണ്ടോ? ഇല്ല, ഉമ്മ പറഞ്ഞ് സഫ്നെ ഏതെങ്കിലും റൂമിൽ കാണും, അവളുടെ റൂമിൽ കിടപ്പില്ലെന്ന്. അതുകൊണ്ട് നീ ഈ റൂമിൽ കയറി ചെക്ക് ചെയ്ത്. ഓ, അപ്പോൾ എൻ്റെ റൂമിൽ തന്നെ ആദ്യമേ ചെക്ക് ചെയ്യണമായിരുന്നല്ലേ? അല്ല, അതുതന്നെ ഈ റൂമിൽ നിന്നാണല്ലോ കുളിക്കുന്ന ഹെയർ ഡ്രയറിൻ്റെ ഒക്കെ സൗണ്ട് കേട്ടത്. അതുകൊണ്ടാണ് ഞാൻ ഈ റൂമിൽ കണ്ടത്. പിന്നെ ഈ റൂമില്ല ഫസ്റ്റ്, ഈ ഹാളിലാണ്. സോ അതുകൊണ്ടാണ്. അതെന്തെങ്കിലുമൊക്കെ ആവട്ടെ, എന്തിനാ ഇങ്ങനെ അടുത്തോട്ട് വരുന്നത്? ഓഹോ, എൻ്റെ ഉമ്മയ്ക്ക് ഉമ്മാന്ന് വിളിക്കാനും എല്ലാ റൂമിലും കയറാൻ അധികാരമുള്ള ഇയാൾ ആരാന്ന് എനിക്കറിയണ്ടേ? ഓക്കെ, ഞാൻ പറയാം. ഒന്ന് ഇത്തിരി ഡിസ്റ്റൻസ് ഇട്ടേക്കോ പ്ലീസ്. ഓക്കെ, പറ. അത് പിന്നെ അപ്പുറത്തെ വീട്ടിൽ കണ്ട, അവിടെ പുതിയതായിട്ട് താമസിക്കാൻ വന്നതാണ് ഞാൻ. എൻ്റെ പേര് ആയിഷ. വീട്ടിൽ ഉമ്മയും ഉപ്പ എല്ലാവരും ഉണ്ട്. അപ്പോൾ നമ്മൾ രണ്ട് ഫാമിലീസ് നല്ല ക്ലോസ് ഫ്രണ്ട്സാണ്. കാരണം സഫാനിക്കയുടെ പപ്പായും എൻ്റെ പപ്പായൊക്കെ കൊച്ചിലെ ഫ്രണ്ട്സാണ്. സോ ആ ഒരു ബന്ധം വെച്ചിട്ട് നമ്മൾ ക്ലോസാണ്. പിന്നെ സഫ്നയും ഒരേ കോളേജിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സോ അങ്ങനെ ഞങ്ങളും നല്ല ഫ്രണ്ട്ഷിപ്പാണ്. പിന്നെ ഇന്ന് ഉമ്മ എവിടെ പോകുന്നു, ഉമ്മയ്ക്ക് വയ്യാത്തതുകൊണ്ട് അങ്ങോട്ട് പോകുന്നെന്ന് പറഞ്ഞു. സോ സഫ്നയ്ക്ക് കൂട്ടിന് വേണ്ടി വന്നതാണ്. ഓക്കെ, പിന്നെ എൻ്റെ പേരും നാളൊക്കെ എങ്ങനെ അറിയാം? അത് പിന്നെ സഫാനിക്ക് ഈ വീട്ടിലുള്ളതല്ലേ. പിന്നെ അത് മാത്രമല്ല, സഫ്നയുടെ ഇക്കയും കൂടെ അല്ലേ. സോ അതുകൊണ്ട് സഫ്ന പറഞ്ഞാണ്, അവർക്ക് സഫാനിക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ. ശരി, എന്നാ സഫ്നെ വിളിച്ചോണ്ട് താഴോട്ട് കഴിക്കാൻ പോ. ഓക്കെ എന്നാൽ ഞാനിവിടെ പോട്ടെ. ഓക്കെ, ചെല്ലങ്ങോട്ട്. അപ്പം ഇതാണ് എൻ്റെ അനിയത്തി പറഞ്ഞ ആയിഷ. കൊള്ളാം. എടി സഫ്നയുടെ പരട്ടെ, നീ ഇങ്ങനെ റൂമിൽ തന്നെ കിടപ്പുണ്ടെന്ന്. പിന്നെ നീ എന്തിനാണ് നിൻ്റെ ഉമ്മാർക്ക് ഇന്നലെ എന്തോത്തിനെ കൊണ്ട് പേടിച്ചെന്ന് റൂം മാറി കിടക്കുന്നതെന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ടല്ലേ ഞാൻ നിൻ്റെ കട കൊണ്ടിട്ട് കാര്യത്തിന് പ്രശ്നം ഉണ്ടായത്. ആയിഷ കൊണ്ടോ, നീ കഴിച്ചിട്ടില്ലല്ലേ? ഇടിയുള്ള സ്നിക്കേഴ്സിൻ്റെ പരസ്യം പറയാനാണെങ്കിൽ നിൻ്റെ 32 പല്ലിന് അടിച്ച് താഴെ ഇടും. ആയിഷ, എനിക്ക് 32 പല്ലുണ്ടോയെന്നൊന്നും എനിക്കറിയണ്ട, പക്ഷെ ഉള്ള പല്ല് ഞാൻ വെച്ചേക്കണം. ഇല്ല, തമാശയ്ക്ക് സമയമൊന്നുമില്ല. നീ പല്ലും തെച്ചിട്ട് താഴോട്ട് ഇറങ്ങുക, കഴിക്കേണ്ടതല്ലോ. ഞാൻ പറഞ്ഞില്ലേ വിശന്നിരിക്കുന്നതിലാണ്. ഞാൻ ഇപ്പം വരാം. ഒരു സഫോനെ കാണുന്ന കാര്യമുണ്ടോ നീ എൻ്റെ അടുത്ത് നേരത്തെ പറയാൻ? അത് നിനക്കൊരു സർപ്രൈസ് ആട്ടെന്ന് വിചാരിച്ചേ.
ഞാൻ മാത്രമല്ല, ഇന്നലെ രാത്രി വന്നതേ ഉള്ളൂ. വന്നിട്ട് നേരെ കിടന്നുറങ്ങി. ഞാൻ പോലും നേരെ ജോലിയൊന്നും കണ്ടിട്ടില്ല. ഓ ആയിക്കോട്ടെ, എന്നാൽ പെട്ടെന്ന് വന്നാട്ടെ. ഹലോ മൈ ഡിയർ ബ്രദർ, ലോങ് ടൈം നോ സീ. ഇന്നലെ രാത്രി വന്നിട്ട് നേരെ ഇവിടെ കിടന്നുറങ്ങിയല്ലോ. അതൊരു പെങ്ങളുണ്ട്, കാണണമെന്നൊന്നുമില്ലല്ലോ. എടി കൂടുതൽ സെൻഡ് അടിക്കാതെ വന്ന് കഴിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നോക്ക്. ഞാൻ എന്താ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഒന്ന് ഫറാൻ്റെ വീട്ടിൽ വരെ പോവുക. കുറച്ച് കാര്യങ്ങളുണ്ട്, എന്നിട്ട് ഞാൻ വരാം. ഓ ആയിക്കോട്ടെ എന്നാ. പിന്നെ ഐഷ, ദൈവളെ നോക്കണേ, കുറച്ച് കുസൃതി ഇപ്പം കൂടുതല. ആ സഫോനിക്ക, ശരി, ഞാൻ നോക്കണം. ഇനി സഫോനിക്ക നേരത്തെ താഴെ പറഞ്ഞ ഫർഹാനാണോ? നീ പറഞ്ഞ ഫർഹാനിക്ക? ആണേ, അതാണ് ഞാൻ പറഞ്ഞ ഫർഹാൻ. എടിപ്പുള്ളി, ഇത്രയും നാളും നമ്മൾ ഒന്നിച്ച് വന്നിട്ട് നീ ആ കഥ പറയാന്ന് പറഞ്ഞിട്ട് എന്തടി പറയാത്ത? ആടി, ഇന്നെല്ലാം നിൻ്റെ ഞാൻ പറയാം. ഇനി ലോങ് സ്റ്റോറിയാണോ ഷോർട്ട് സ്റ്റോറിയാണോ? പോപ്കോൺ എടുക്കണോ വേണ്ടയോ എന്നറിയാൻ വേണ്ടിയിട്ടാണോ? ഒരു പോടിയോളെ എൻ്റെ കഥ പറയാൻ നേരത്തുള്ള കോമഡി. ഓ ഇപ്പം സീരിയസ് ആണല്ലേ? ഓക്കെ, ഞാൻ കേട്ടേക്കാം. ഇനി ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എനിക്ക് സത്യം തന്നെ ഫർഹാനിക്കടുത്ത് ഇങ്ങനെ ഒരു ഇഷ്ടമുള്ളതെന്നുള്ള കാര്യം അറിയുന്നത്. ലൈക്ക് ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര സിൻസിയറായിട്ട് ലോയലായിട്ട് ഒരാളിങ്ങനെ മനസ്സിൽ കൊണ്ട് നടക്കുന്നതും ഡെലിവറി അടിക്കുന്നതും എല്ലാം എൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നില്ല. ഇപ്പോഴാ എൻ്റെ ഫൈനൽ ഇയർ 7 വർഷമായിട്ട് ഞാനിങ്ങനെ മനസ്സിട്ടുകൊണ്ട് നടക്കുക. എനിക്ക് എന്തോ ചെയ്യണമെന്നൊരു പിടുത്തമില്ല. 7 വർഷമോ? എന്നിട്ട് നീ ബാക്കി കഥ പറ. ആടി, നമുക്ക് കുറച്ച് ഫ്ലാഷ് ബാക്കിലേക്ക് പോകാം. ഞാൻ +2 പഠിക്കുന്ന സമയത്ത് എനിക്ക് നിൻ്റെ കണക്കൊരു ഫ്രണ്ടേ ഇല്ലായിരുന്നു. എൻ്റെ ഉള്ളിലുള്ള കാര്യം ഷെയർ ചെയ്യാനും എല്ലാം. അപ്പോൾ ഞാൻ ഭയങ്കര ഒരു വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. ഫ്ലാഷ് ബാക്ക്. ഓ, ഇനി എന്തായാലും ഫർഹാനിക്കത് പറഞ്ഞേ പറ്റത്തുള്ളൂ. ഇന്നോളം പറയാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എനിക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അതെന്താണ് ഒരിക്കലും പറയാൻ പറ്റാത്ത? ഇനി അതിൻ്റെ +2 അവസാന സമയമാണ്. അപ്പോഴായിരുന്നു ഇക്കാക്കയ്ക്ക് സൗത്ത് കൊറിയ പോയി പഠിക്കാനുള്ള അവസരം കിട്ടിയത്. സോ ഇക്കാക്ക പോയി കഴിഞ്ഞാൽ പിന്നെ ഫർഹാനിക്ക വീട്ടിലോട്ടൊന്നും വരത്തില്ലല്ലോ. ഇക്കാക്കയുടെ ഫ്രണ്ടല്ലേ, അപ്പം ഇക്കാക്കനെ കാണാനല്ലേ വീട്ടിൽ വരുന്നത്. സോ അതുകൊണ്ടാണ് അപ്പം എനിക്ക് പറയണമെന്ന് തോന്നിയത്. ഓക്കെ, ഞാൻ കണ്ടിന്യൂ. ഫ്ലാഷ് ബാക്ക്. ഇനി എന്തായാലും ഫർഹാനിക്ക വീട്ടിൽ വരും. അപ്പോൾ എനിക്കെന്തായാലും എൻ്റെ ഇഷ്ടം പറഞ്ഞേ പറ്റത്തുള്ളൂ. ഫർഹാനിക്കയുടെ സൗണ്ടിൽ താഴെ കേൾക്കുന്നത്. എനിക്ക് ഞാൻ എന്തിനിപ്പോഴൊന്ന് കാണിക്കുന്നത്? അമ്മ, ഫറാൻ വന്ന്. എടാ, നീ എൻ്റെ റൂമിൽ പോയിരിക്കും മുകളിൽ. ഞാൻ ഇപ്പം വരാം. നമ്മൾ പാക്കിംഗ് ഒക്കെ നടക്കുമല്ലേ, അപ്പോൾ കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. ആടാ, ആ മുകളിലുള്ള ഫസ്റ്റ് റൂം നിൻ്റെ റൂമിലല്ലേ പാക്കിംഗ് ഒക്കെ? ഞാൻ പോയി അവിടെ ഇരിക്കാം. നീ പോയി സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് പയ്യെ വന്നാൽ മതി, കേട്ടല്ല? എനിക്കൊക്കെ കാരണം ഒരു ഉപകാരമെങ്കിലും ഉണ്ടായല്ലോ. എന്തായാലും മുകളിലോട്ട് പോരും, റൂമിലൊറ്റയ്ക്കായിരിക്കും. അപ്പം ഞാൻ ഇതൊക്കെ കൺഫ്യൂസ് ചെയ്യണം. എക്സ്ക്യൂസ് മീ, ഞാൻ റൂമിലോട്ട് വന്നോട്ടെ? ആ സഫ്ന, നീയോ? നിനക്ക് വിഷമമൊന്നുമില്ലടി? നിൻ്റെ ഇക്കാക്ക സൗത്ത് കൊറിയ പോകുന്നതിന്? വിഷമിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ലല്ലോ. ഭാവിയിൽ ഒരു നല്ല രീതിക്ക് ജീവിതം പോകാനല്ലേ, പോയി രക്ഷപ്പെടട്ടെ. ഓ, അല്ലെങ്കിൽ അങ്ങ് ഭാവി എന്തോ ആയതുപോലെ. ഇനി നിനക്കൊക്കെ 5-6 വർഷത്തേക്ക് ജീവിക്കാനുള്ളത് ഇപ്പോഴേ ഉണ്ടാക്കി വെച്ചിട്ടില്ലേ? പിന്നെ ഇവൻ എന്തിനാ പോകുന്നതെന്ന് എനിക്ക് അവന് മിസ്സടിക്കും. ആ, അതും പറഞ്ഞത് ശരിയാ. എനിക്കും ചിലവരെയൊക്കെ മിസ്സടിക്കും ഇക്കൊക്കെ പോകുമ്പോൾ. എന്തുവാ? ഒന്നില്ല, ഞാൻ വെറുതെ നമ്മൾ ഇതൊക്കെ പറയത്തില്ലേ ഒരു ഉപമ, അത് എനിക്ക് ഞാൻ പറഞ്ഞാണ്. പിന്നെ ഞങ്ങളുടെ മാത്രമല്ലല്ലോ, ഫർഹാനിക്കാണ് വാപ്പ ഉണ്ടാക്കിയിട്ടിട്ടുണ്ടല്ലോ. സത്യം പറഞ്ഞ് അവരൊക്കെയാണ് പേരൻസ്. ഭാവിയിലത്തേക്ക് വേണ്ടി എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെന്തിനാ വെറുതെ പഠിക്കുന്നത്? എടി മടിച്ച്, നിനക്കൊക്കെ വേണ്ടി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കാണും. പക്ഷെ നിൻ്റെ മക്കൾക്ക് വേണ്ടി നീ ഉണ്ടാക്കണം, അത്രേ ഉള്ളൂ. അതിനാണ് പഠിക്കുന്നത്. എൻ്റെ പിള്ളേരെന്ന് പറയുന്നത് നമ്മുടെ പിള്ളേരെന്ന് പറഞ്ഞൂടെ? എടി, നീ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഞാനെന്തോന്ന് പറഞ്ഞു? ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെയുണ്ട് പഠിത്തമൊക്കെ? എങ്ങനെ പോകുന്നു? അതെ, എനിക്ക് സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനുണ്ട്. എനിക്ക് ഫർഹാനിക്ക ഇഷ്ടമാണ്. ഇതിപ്പോൾ ഇന്നലെ ഒന്നും തുടങ്ങിയതല്ല, 4 വർഷമായിട്ട് ഞാൻ കൊണ്ടു നടക്കുക. ഈ വർഷം കഴിഞ്ഞാൽ പിന്നെ അത് കറക്റ്റ് 4 ആവും.
എനിക്ക് വയ്യ. എപ്പോഴും കാണുമ്പോഴായാലും എല്ലാം എൻ്റെ ഹാർട്ട് ബീറ്റ് നടിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഇപ്പോൾ ചത്തു പോകുന്നു. ഇനിയിപ്പോൾ ഇക്കാക്ക പോകുമ്പോൾ ഈ വീട്ടിലോട്ട് പോലും തിരിഞ്ഞു നോക്കത്തില്ല. അതെനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റത്തില്ല. എനിക്ക് എന്താ ചെയ്യണമെന്ന് അറിയാൻ വയ്യ. സോ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ കൺഫ്യൂസ് ചെയ്യുന്നു. എൻ്റെ അടുത്ത് യെസ് ആണോ നോ ആണോ പറയുന്നതെന്ന് എനിക്കറിയൂടാ. ഫറാനിക്ക് കമ്മിറ്റഡ് ആണെന്ന് എനിക്കറിയൂടാ. എനിക്കൊന്നും അറിയൂടാ. പക്ഷേ എന്തായാലും എനിക്കൊരു ആൻസർ വേണം. എനിക്കിനി ഇങ്ങനെ ഒന്ന് ടെൻഷൻ അടിക്കാൻ വയ്യ. സഫ്ന, നീ എന്തൊക്കെ പറയുന്നതിന് വല്ല ബോധമുണ്ടോ? ഇടി, നീ എൻ്റെ കൂട്ടുകാരൻ്റെ പെങ്ങളാ. അപ്പോൾ നീ കൊച്ചല്ലേ, നീ പഠിക്കുമല്ലേ? നീ എന്തൊക്കെ പറയുന്നതിന് വല്ല ബോധമുണ്ടോ? എനിക്ക് നല്ല ബോധമുണ്ട്. നമ്മൾ തമ്മിലാകെ 4 വയസ്സ് ഡിഫറൻസ് അല്ലേ ഉള്ളൂ. വലിയ കൊച്ചൊന്നുമല്ല ഞാൻ. പിന്നെന്താ, എൻ്റെ അടുത്ത് യെസ് ഓർ നോ മാത്രം പറഞ്ഞാൽ മതി. സഫ്ന, അത് പിന്നെ നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? പ്ലീസ് എൻ്റെ അടുത്തൊന്ന് പറ. ഞാൻ മടുത്ത് സത്യം പറഞ്ഞ. ലൈക്ക് എൻ്റെ മനസ്സിൽ ഇത്രയും 4 വർഷത്തിൽ വേറെ ആരും ഞാൻ നോക്കിയിട്ടില്ല. എനിക്കിത് നോക്കാൻ പറ്റുമെന്നുണ്ട്. ഇത്രയും നാളും ഞാൻ വെയിറ്റ് ചെയ്ത് ഇനി എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ചിന്തിച്ചിട്ട് മാത്രം ഒരു ആൻസർ. പക്ഷെ എനിക്ക് ഇന്ന് കിട്ടണം. കാരണം നാളേക്കൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാണത്തേ പോലുമില്ല. സഫ്ന, ഇത് നടക്കത്തില്ല. ഫറാനിക്ക് ആലോചിച്ചിട്ടാണ് പറഞ്ഞത്. എൻ്റെ കണ്ണീ നോക്കി പറ യെസ് ഓർ നോ എന്ന്. പ്ലീസ് സഫ്ന, നീ പ്ലീസ് ഒന്ന് പോ. ഫറാനിക്ക, ഞാൻ പലപ്പോഴും ഫറാനിക്കയുടെ കണ്ണീ നോക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് എൻ്റെ അടുത്ത് എന്തൊക്കെ ഒരു പെങ്ങളുടെ അടുത്ത് തോന്നുന്ന സ്നേഹമല്ല ഫറാനിക്കിൻ്റെ കണ്ണിലോട്ട് നോക്കുമ്പോൾ ഉള്ളത്. അതെനിക്കറിയാം. പക്ഷേ ഫറാനിക്ക് ഇപ്പം പറഞ്ഞത് സിൻസിയറായിട്ടുള്ള ആൻസർ അല്ലെന്ന് എനിക്കറിയാം. എനിക്ക് റീസൺ വേണം. ഓക്കെ, നീ പറഞ്ഞാൽ ശരിയായിരിക്കും. നിനക്ക് റീസണല്ലേ വേണ്ടത്. എൻ്റെ കല്യാണം നേരിട്ട് ഉറപ്പിച്ച് വെച്ചേക്കാണ് ഏതോ ഒരു പെങ്കുച്ചുമായിട്ട്. ഞാനതിനെ 1-2 വട്ടം കണ്ടിട്ടേ ഉള്ളൂ. എനിക്കറിഞ്ഞൂടെ ഈ ഒരു മാരേജ് എന്തിനാണെന്ന് പോലും. ഒരു ബിസിനസ് ഫാമിലി ആണല്ലോ, അതുകൊണ്ട് എന്ത് വേണമെങ്കിലും ആവും. പ്ലീസ്, എനിക്ക് നിൻ്റെ ലൈഫും കൂടെ വെറുതെ ചീത്തേക്കാൻ വയ്യ. പ്ലീസ്, നീ എൻ്റെ സഫോൻ്റെ പെണ്ണാണ്. അപ്പോൾ നിന്നെ ചതിച്ച് അവനെ ചതിക്കുന്ന ഒരു ലൈഫ്. പ്ലീസ്, നീ എന്നെ മറന്നേക്ക്. മതി, എനിക്ക് ഇത്രയും കേട്ടാൽ മതി. എന്തായാലും ഇത്രയും ഇഷ്ടമുണ്ടല്ലോ, എനിക്കത് മതി. പിന്നെ ഞാൻ എന്തായാലും വെയിറ്റ് ചെയ്യും. ബിക്കോസ് ഞാൻ നിങ്ങളുടെ മുഖത്തെ അല്ല, നിങ്ങളുടെ ലുക്കിനെ അല്ല ഞാൻ സ്നേഹിച്ചത്. നിങ്ങളുടെ ബിഹേവിയർ, എൻ്റെ ഫാമിലിയോട് കാണിക്കുന്ന റെസ്പെക്റ്റ്, എന്നോട് കാണിക്കുന്ന ഈ റെസ്പെക്റ്റ്, കെയർ എല്ലാം ഇതിനാണ് ഞാൻ വീണത്. ഇയാളുടെ എന്താ പറയുക, ഫറാനിക്ക പൈസയോ ഹാൻഡ്സം ലുക്കോ ഒന്നും കണ്ടിട്ടല്ല. ഞാൻ എന്തിനാ ഫറാനിക്ക ഇഷ്ടപ്പെടുന്നതിനുള്ള റീസൺ പോലും എനിക്കറിഞ്ഞൂടാ. ഐ ആം ലവിങ് യു വിത്തൗട്ട് എ റീസൺ ആൻഡ് മൈ ലവ് ഈസ് സിൻസിയർ ആൻഡ് ലോയൽ. എൻ്റെ മനസ്സ് പറയുന്നുണ്ട് നമ്മൾ എന്തോ ഒരു കണക്ഷൻ ഉണ്ട്. ഐ വിൽ വെയിറ്റ് ഫോർ യു. എത്ര നാളെന്നൊന്നും എനിക്കറിഞ്ഞൂടാ, ബട്ട് ഐ വിൽ. സഫ്ന, എനിക്കെന്ന് പറഞ്ഞാൽ മനസ്സിലാവാത്ത സഫ്ന. വേണ്ട ഫറാനിക്ക, ഇതിനെ എൻ്റെ മനസ്സിലെടുത്ത് ഉറപ്പാ. ഐ വിൽ വെയിറ്റ് ഫോർ യു. എന്തായാലും ഇഷ്ടമല്ലെന്ന് എൻ്റെ അടുത്ത് ഇത്രയും ഇഷ്ടമുണ്ടല്ലോ. ഓക്കെ, ശരി എന്നാൽ സഫോനിക്ക് ഇപ്പോൾ വരും. ഓക്കെ, ഞാൻ പോന്നു. എൻ്റെ പൊന്നു പടച്ചോനെ, ഇതെന്താ എനിക്കിങ്ങനെയൊക്കെ? ഞാൻ ഒട്ടും വിചാരിച്ചത് സഫ്നയ്ക്ക് എൻ്റെ അടുത്ത് ഇഷ്ടം തോന്നി. പക്ഷേ ഏതൊരു നിമിഷത്തിൽ എനിക്ക് അവളുടെ അടുത്ത് എന്തൊക്കെയോ തോന്നിപ്പോയി. പക്ഷേ എൻ്റെ ലൈഫ് ഇങ്ങനെ ആയിപ്പോയി. എടാ ഫർഹാനെ, ആ നീ വന്നോ? എടാ, നീ എന്താ ഇങ്ങനെ അപ്സെറ്റ് ആയിട്ടിരിക്കുന്നത്? ഞാൻ പോകുന്നതിൻ്റെ വിഷമമാണോ? ആ, അതൊക്കെ ഉണ്ട്. നമ്മളിത്രയും ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് അല്ലായിരുന്നു. നീ ഇല്ലാതെ ഞാനിങ്ങനെ. ആ ബെസ്റ്റ്, സഫ്നെ നോക്കിയപ്പോൾ അവളുടെ മുഖം ഇങ്ങനെ കടുത്തിരുന്നയാ. ഇതെന്തോന്നല്ല എല്ലാവർക്കും. ഹലോ, വിഷമിക്കാനൊന്നും ഇല്ല. ഒരു 3 വർഷം കഴിയുമ്പോൾ ഞാനിങ്ങ് വരും. പിന്നെ എന്തിനേക്കിടന്ന് വിഷമിക്കുന്ന? ആടാ. അങ്ങനെ അടുത്ത ദിവസം സഫോനിക്ക് ഫ്ലൈറ്റും കയറി അങ്ങ് സൗത്ത് കൊറിയയിൽ പോയി. ഞാൻ വീട്ടിൽ ആ റൂമിൽ കുറേ ഓർമ്മകളൊക്കെ ആയിട്ട് ഇങ്ങനെ സത്യം പറഞ്ഞാൽ ആദ്യത്തെ വർഷം മൊത്തം സഫോനിക്കയുടെ കാര്യം ഇട്ടിട്ടാണ്. പിന്നെ ഇങ്ങനെ ഇരിക്കുമ്പം ഫറാനിക്കയുടെ മുഖം ഇങ്ങനെ മനസ്സിൽ വരും. ഇപ്പം ഇങ്ങനെയൊക്കെ പോകുന്നു.
എടി ഫറാനിക്ക ആ പെണ്ണിനെയൊക്കെ ആയിട്ട് സ്നേഹിച്ച് സെറ്റായിട്ട് ഇപ്പോൾ നല്ല കിടുവായിട്ട് ലൈഫ് എൻജോയ് ചെയ്യുമായിരിക്കും. നീ എന്തിനെങ്കിലും സിംഗിളായിട്ട് നടക്കുന്നത്? നിനക്കൊന്ന് കമ്മിറ്റ് ആയിക്കൂടെ? ഒന്ന് പോടി, നീ പറയുന്ന കണക്കല്ല. ഫറാനിക്ക അറിഞ്ഞൂടാ, ഒരു സോഷ്യൽ മീഡിയയിൽ അവർ ഒരുമിച്ചിരിക്കുന്ന ഫോട്ടോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. പിന്നെന്താ, ഫറാനിക്ക സെറ്റായി കാണും എന്തായാലും. എൻ്റെ മനസ്സ് പറയുന്നത് ഞങ്ങൾ തമ്മിൽ എന്തൊക്കെയോ ഒരു കണക്ഷൻ ഉണ്ട്. അതുകൊണ്ട് എനിക്കങ്ങോട്ട് മറക്കാൻ പറ്റുന്നില്ലടി. എടി മറക്കാനൊക്കെ വഴിയുണ്ട്. നീ ഒരാളായിട്ട് കമ്മിറ്റാണ്, അപ്പം അയാളുമായിട്ട് അത്രയ്ക്ക് ക്ലോസ് ആകുമ്പോഴത്തേക്ക് നിനക്ക് ഫറാനിക്കനെ മറക്കും. അപ്പോൾ ഇനി തൊട്ട് നീ അയാളുമായിട്ടുള്ള പുതിയ മെമ്മറീസ് ആയിരിക്കും ഓർത്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഞാനും ഫറാനിക്കയും തമ്മിൽ വലിയ മെമ്മറീസ് ഒന്നും ഇല്ല, പക്ഷെ ചില സമയത്ത് ഞങ്ങളുടെ ഇടയിലുണ്ടായ ഐ കോണ്ടാക്ട്സും പിന്നെ ചെറിയ ചെറിയ മൊമെൻറ്റ്സും ഒക്കെ, അതൊക്കെ എനിക്ക് എന്തോ വലിയ സംഭവമാണ്. അതുകൊണ്ട് എനിക്ക് ആ മെമ്മറീസൊക്കെ മറക്കാൻ പറ്റും തോന്നുന്നില്ല. ഓ, നീ ഇതൊക്കെ എന്തായാലും ഒരു കമ്മിറ്റായ ഇത്ര വലിയ കുഴപ്പം? ഇറ്റ് ഈസ് ബിക്കോസ് ഐ ലവ് ഹലാൽ മാരേജ്. അതെന്തുവാ എടി? എൻ്റെ മനസ്സിൽ ഹലാൽ മാരേജ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ആദ്യമായിട്ട് ഇഷ്ടപ്പെട്ട ആളെ തന്നെ കല്യാണം കഴിക്കും. അതാകുമ്പോൾ ആരും ചതിച്ചെന്നുള്ളൊരു ഫീൽ എനിക്ക് വരത്തില്ലല്ലോ. സോ അതുകൊണ്ടാണ് എനിക്ക് ആദ്യമായിട്ട് ഇത്ര ഇഷ്ടം തോന്നിയത് ഫറാനിക്കത്ത്. അപ്പോൾ ഫറാനിക്കത്തിനെ കിട്ടിയാൽ അതൊരു എന്താ പറയുക, നല്ല രസമായിരിക്കത്തില്ലേ? പിന്നെ എനിക്കറിയില്ല, എൻ്റെ മനസ്സിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഈ ഫറാനിക്കയെ ഫോർഗെറ്റ് ചെയ്യരുത്, ലീവ് ചെയ്യരുത്, നിങ്ങൾ തമ്മിൽ എന്തൊക്കെയൊരു കണക്ഷൻ ഉണ്ട്. പക്ഷെ മൈൻഡ് പറയുന്നത് നീ മറക്കാനാണ്. ഞാൻ സത്യം പറഞ്ഞ് ഇവിടെ കിടന്ന് എന്തൊക്കെ കാട്ടിക്കൂട്ടുന്നതെന്ന് എനിക്കിവിടെ അറിഞ്ഞുകൂടാ. ഇപ്പോൾ കണ്ടിട്ട് തന്നെ 3 വർഷമായി. സഫ്വാനിക്ക ഫറാനിക്ക കാണാൻ പോകുമെന്ന് പറഞ്ഞപ്പോഴേ എൻ്റെ മനസ്സിലൊരു കൂട്ടി, എൻ്റെ സഫ്വാനിക്ക സ്ഥാനത്ത് ഞാൻ വല്ലതും ആയിരിക്കണമായിരുന്നു. ആ പക്ഷെ എന്നാൽ പിന്നെ ഒരിക്കലും നടക്കത്തില്ല. പിന്നെ ഇവിടെ ഞാനിപ്പോൾ ഇരുന്നൊരു BL ലവ് സ്റ്റോറി കേൾക്കേണ്ടി വന്നേനെ. ഓ അത് ശരിയാ. ആ ഫർഹാനെ, എൻ്റെ നീ ഇത്ര അത്യാവശ്യമായിട്ട് ഞാൻ വന്ന് അടുത്ത ദിവസം തന്നെ കാണണമെന്ന് പറഞ്ഞ്. എടാ, എനിക്ക് സീരിയസ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. പറയുമ്പോൾ നീ എങ്ങനെ എടുക്കുമെന്നൊന്നും അറിഞ്ഞൂടാ. പക്ഷെ അതിന് മുന്നേ നീ ഇതാ ഈ സാധനം ഒന്ന് കാണണം. സാധനം എന്താണ് മോനെ? എന്തെങ്കിലും ചുറ്റിക്കളി ഉണ്ടോ? എടാ, ഇത് വായിക്കാത്ത എന്തെങ്കിലും കയറി വരുന്നേ. ഞാൻ സീരിയസ് ആയിട്ടാ. ഓക്കെ എന്താന്ന് പറ. എടാ, നീ ഈ ഫോട്ടോസൊക്കെ കണ്ടോ? എനിക്കിതാരെന്ന് മനസ്സിലായോ? എടാ, ഇത് നീ കെട്ടാനിരിക്കുന്ന പെണ്ണല്ലേ? ഇതാരാ കൂടുതലുള്ളത്? ബ്രദർ വല്ലതാണോ? എടാ മലരെ, നീ ഇതാ ഈ ഫോട്ടോ നോക്ക്. ഇത് കണ്ടിട്ട് നിനക്ക് ബ്രദറാന്ന് തോന്നുന്നുണ്ടോ? എടാ, അപ്പോൾ ഇതാരാ? നീ പൊട്ടനായിട്ട് അഭിനയിക്കുവാണോ? ഞാൻ എൻ്റെ സെക്രട്ടറിനെ വിട്ടിട്ട് ഇവളെക്കുറിച്ചൊന്ന് അന്വേഷിക്കാൻ പറഞ്ഞതാ. ഇത് നോക്ക്, ഇതവളുടെ കറണ്ട് ബോയ് ഫ്രണ്ടാണ്. ഇതെനിക്ക് കുറേ പേരുണ്ട്. എടാ, അതിലൊരാൾ അവൻ എന്നെ കൊണ്ട് വയ്യ. അതിന് നീ ബോയ് ഫ്രണ്ടല്ലല്ലോ, കെട്ടാൻ പോവില്ലേ? സഫ്വാനെ, എനിക്ക് ദേഷ്യം കയറി വരുന്നുണ്ടേ. ഓക്കെ സോറി. അപ്പോൾ നീ എന്തോ പറയണമെന്നാണ് പറഞ്ഞ്? പറയാനുള്ളതൊക്കെ ഞാൻ പറയാം. ആദ്യം നീ ഇതാ ഈ വീഡിയോ ഒന്ന് നോക്ക്. ഹേയ് ബേബ്, അല്ല നീ ആ ഫറാനെ അവനെന്തിനെ കെട്ടാൻ പ്ലാൻ ചെയ്തോ? കെട്ടാനോ? കെട്ടി കഴിഞ്ഞ് കുറച്ചാൾ കഴിയുമ്പോൾ തന്നെ അവനെ ഞാൻ ഡിവോഴ്സ് ചെയ്യും. ഓ, എങ്ങനെ ഡിവോഴ്സ് ചെയ്യും? എടാ, നിനക്കറിയാലോ, എൻ്റെ പേരൻസിൻ്റെ പ്ലാനാണിത്. ഫറാൻ്റെ ഫാമിലിയുടെ മൊത്തം സ്വത്തുക്കളും എൻ്റെ പേരിലാക്കും ഞാൻ. എന്നിട്ട് നൈസായിട്ട് ഞാൻ അവിടെ നിന്ന് ഒഴിയും. എന്നിട്ട് നമ്മുടെ കല്യാണം നടക്കും. ഇതെല്ലാം എൻ്റെ പ്ലാനിങ് ഒക്കെ ഉണ്ട്. ഒരു പ്ലാനിങ് ഉണ്ട്, അവൻ എന്നെ ഒന്ന് കെട്ടട്ടെ. നിന്റെ പ്ലാനിങ് ഒക്കെ നടക്കുമെന്ന് എനിക്കറിയാം. നീ ആരായിട്ടും. എടാ ഫർഹാനെ, അപ്പോൾ അവർ കുടുംബത്തോട് നിന്നെ പറ്റിക്കുവാണോ? ആടാ, എൻ്റെ ഉമ്മർത്തും വാപ്പാത്തും ഇതൊക്കെ എനിക്കൊന്ന് പറയണം. വെറുതെ എൻ്റെ ലൈഫ് അവൻ്റെ ലൈഫ് കൊളവാക്കാൻ നിന്നെ കൊണ്ട് വയ്യ. നമുക്ക് ഈ ഫോട്ടോസൊക്കെ പിന്നെ ഈ വീഡിയോ എൻ്റെ ഉമ്മയും വാപ്പയും കാണിക്കാം. എന്നിട്ട് നമുക്ക് ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കണം.
എടാ എനിക്ക് 100% ഉറപ്പുണ്ട് ഈ വീഡിയോയും ഫോട്ടോയും കാണിച്ചാൽ എൻ്റെ കല്യാണം എന്തായാലും മുടങ്ങും. എന്തായാലും എനിക്ക് താല്പര്യമില്ലാത്തൊരു കല്യാണം എങ്ങനെയും മുടങ്ങണമെന്ന് വിചാരിച്ചിരുന്നത്. എന്തായാലും അവൾ തന്നെ റീസൺ കൊണ്ട് ഇട്ടത് കാര്യമായി. അത് ശരിയാ, ഇനിയിപ്പോൾ നിനക്ക് ഫ്രീ ആയിട്ട് നടക്കാമല്ലോ. ഇഷ്ടമുള്ളൊരു പെണ്ണിനെ കെട്ടാം. ശരിയാ നീ പറഞ്ഞത്. എനിക്കിഷ്ടമുള്ളൊരു പെണ്ണിൻ്റെ അടുത്ത് പോയി എൻ്റെ ഇഷ്ടം തുറന്നു പറയണം. പക്ഷേ അവൾ ഇനി എന്നെ അക്സെപ്റ്റ് ചെയ്യുമെന്ന് എനിക്കറിഞ്ഞൂടാ. അവൾ കമ്മിറ്റായെന്ന് എനിക്കറിഞ്ഞൂടാ. എടാ അപ്പം നിനക്ക് ഒരു ക്രഷ് ഉണ്ടായിരുന്നില്ലേ? എന്താണ് നീ എൻ്റെ അടുത്ത് പറഞ്ഞത്? ഏത് പെണ്ണിനാ നിനക്കിഷ്ടം? ഈ ഞാൻ മുമ്പിൽ നിന്ന് നടത്തിത്തരും ഇനി ആരായാലും. എടാ അതും കൂടെ പറയാനാണ് ഞാൻ നിന്നെ ഇങ്ങോട്ട് വിളിച്ചത്. എടാ എനിക്കൊരു പെങ്കൊച്ചിനെ ഇഷ്ടമാണ്. അപ്പോൾ 3 വർഷം മുന്നേ ആ കുട്ടി എന്നെ ഒന്ന് പ്രപ്പോസ് ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞ് എൻ്റെ കല്യാണം ഉറപ്പിച്ചേക്കുമെന്ന്. അന്ന് ഞാൻ അറിയുന്നില്ലല്ലോ ഇവർക്ക് ഇങ്ങനത്തെയൊക്കെ പരിപാടികളുണ്ടെന്ന്. അറിഞ്ഞതിന് അന്ന് തന്നെ ഞാൻ അവളുടെ അടുത്ത് യെസ് പറഞ്ഞേനെ. പക്ഷെ അവളുടെ അടുത്ത് ഞാൻ ഇതൊക്കെ പറഞ്ഞു. പക്ഷെ അവൾ എനിക്കിഷ്ടമല്ലെന്ന് ഞാൻ പറഞ്ഞില്ല. പിന്നെ അവളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതെന്താടാ 3 വർഷം കൊണ്ട് നീ കാണാഞ്ഞത്? അത് പിന്നെ നീ നാട്ടിലില്ലായിരുന്നല്ലോ, അപ്പം ഞാനിങ്ങനെ അവളെ കാണാനാ. ഫസ്റ്റ് നിൻ്റെ പറച്ചിൽ കേട്ടാൽ നിനക്ക് എൻ്റെ പെങ്ങളെ ഇഷ്ടം. ഞാൻ നാട്ടിലില്ലാത്തതുകൊണ്ട് എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ പെങ്ങളെ കാണാൻ പറ്റത്തില്ലെന്ന്. എന്തോന്നട്? എടാ അളിയ, നീ പറഞ്ഞത് സത്യമാണ്. നിൻ്റെ പെങ്ങളെയാണ് എനിക്കിഷ്ടം. നീ നാട്ടിലില്ലാഞ്ഞുകൊണ്ട് എനിക്ക് അവളെ കാണാൻ പോലും പറ്റിയില്ല. എടാ സോറിടാ, അറിയാതെ എപ്പോഴും ഇഷ്ടപ്പെട്ടു പോയി. പക്ഷെ അവളാണ് എൻ്റെ അടുത്ത് വന്ന് ആദ്യമേ കൺഫ്യൂസ് ചെയ്തത്. എടാ നിൻ്റെ റിയാക്ഷൻ എന്താണെന്നൊന്നും അറിയാൻ പറ്റാത്തതുകൊണ്ട് അവൾ നിൻ്റെ അടുത്തും പറയുന്നത്. പക്ഷെ അവൾക്കിപ്പോൾ എന്നെ ഇഷ്ടമാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടല്ലോ. 3 വർഷമായില്ലേ. സാധാരണ ഒരു ആങ്ങള എന്ന രീതിയിൽ നിന്നെ എടുത്തിപ്പോൾ ഞാൻ അലക്കണ്ടായിരുന്നു. പക്ഷേ എനിക്കതിന് മനസ്സ് വരുന്നില്ല. കാരണം എൻ്റെ മനസ്സിൽ നീ എൻ്റെ അളിയനായിട്ട് വരണമെന്നുണ്ടായിരുന്നു. പക്ഷേ എന്തോ ഒരു സാഹചര്യത്തിൽ നിൻ്റെ കല്യാണം ഉറപ്പിച്ചെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ പിന്നെ അതങ്ങ് വിട്ടതാണ്. അളിയാടാ ശരിക്കും അപ്പം നിനക്ക് കുഴപ്പമൊന്നുമില്ലേ? എടാ നിന്നെയും കാട്ടി നല്ല ചെറുക്കനെ ഞാൻ നീ എവിടെ നിന്നിട്ട് ഒപ്പിക്കാനാ? പിന്നെ അവൾക്കും നിന്നെ ഇഷ്ടമാണെങ്കിൽ പിന്നെ എനിക്കെന്താ കുഴപ്പം? എടാ 3 വർഷത്തിന് മുന്നേ അവളെൻ്റെ അടുത്ത് പറഞ്ഞത് അവൾക്ക് എന്നെ 4 വർഷമായിട്ട് ഇഷ്ടമാണ്, ഇനിയും വെയിറ്റ് ചെയ്യാമെന്നൊക്കെയാണ്. പക്ഷേ ഇതുവരെ ഒന്ന് കാണുപോലും ചെയ്തില്ലല്ലോ. അവളെന്നെ മറന്നു കാണും. 4 വർഷമൊക്കെ നിൻ്റെ അടുത്ത് ഇഷ്ടമായിരുന്നു. പാവൻ്റെ പെങ്ങൾ എന്തോരം കരഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നിന്നെ മറക്കാനൊന്നും ചാൻസ് കാണത്തില്ല. കാരണം ഇന്ന് ഞാൻ നിൻ്റെ വീട്ടിൽ വരുന്നെന്ന് പറഞ്ഞപ്പോൾ അവൾ ഒരു ഞെട്ടലും അതൊക്കെ കണ്ടപ്പോൾ നിൻ്റെ അടുത്ത് എന്തുകൊണ്ടെന്ന് തോന്നുന്നു. ആണോടാ ശരിക്കും? എടാ എന്നാ ഒരു ആങ്ങളെടുത്ത് പറയാൻ പറ്റാത്തതാണ്, എന്നാലും ഞാൻ പറയുക. എടാ വലിയ വൃത്തിയായിട്ട് ആരുമില്ല, നിൻ്റെ മോൻ്റെ അടിച്ച് ഞാൻ കറക്കും. എൻ്റെ പെങ്ങളാണ് അവൾ. അയ്യേ അതൊന്നുമല്ല. എടാ അവൾ എന്നെ ഇങ്ങനെ പ്രപ്പോസൊക്കെ ചെയ്ത് ഇങ്ങനെ സെഡൊക്കെ ആയിട്ടിരിക്കുമല്ലേ. അപ്പോൾ ഗ്രാൻഡായിട്ട് എനിക്ക് അവളൊന്ന് പ്രപ്പോസ് ചെയ്യണം. അപ്പം നീ ഒരു ദിവസം അവളുമായിട്ട് ബീച്ചിൽ വരണം. ഞാൻ നിന്നെ വിളിച്ച് പറയാം എന്നാണെന്ന്. എനിക്ക് എന്നിട്ട് അവളെ നല്ലോണം ഒന്ന് സർപ്രൈസ് ചെയ്തൊന്ന് പ്രപ്പോസ് ചെയ്യണം. എൻ്റെ കൂടെ നിൽക്കണേടാ. അതൊക്കെ ഞാൻ ഏറ്റ്. പക്ഷെ ആദ്യം നിൻ്റെ കല്യാണം മുടക്കണം. നമുക്കിപ്പോൾ തന്നെ പോയി നിൻ്റെ ഉമ്മാർത്തും വാപ്പാർത്തും പറയണം. ആടാ ആദ്യം ആ ഭാരത്തിനൊന്ന് ഒഴിപ്പിച്ചങ്ങ് വിടട്ട്. ആ മോനിയുടെ സഫോനെ എത്ര നാളായിട്ടാ കണ്ടിട്ട്. ഇവൻ നീ ഇല്ലാത്തതുകൊണ്ട് പുറത്തോട്ട് ഇറങ്ങത്തില്ല, എവിടെയും പോകത്തില്ല. പിന്നെ കമ്പനി ചേർന്നപ്പോൾ മാത്രം ഒന്ന് അവനെ വെളിയിലോട്ടൊക്കെ ഒന്ന് കണ്ട്. പിന്നെ കുറേ പോയിട്ട് വന്നിട്ട് ഈ ഞങ്ങൾക്കൊന്നും കൊണ്ടുവന്നില്ലേടാ. എൻ്റെ പൊന്നോ, ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവൻ്റെ ഒരു കവർ ഏൽപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഓരോരുത്തർക്കും വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ ഞാൻ അതിനകത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആരെയും മറന്നിട്ടില്ല. അത് പിന്നെ എനിക്കറിയാലോ. പിന്നെടാ മോനെ, ഒരു 2-3 മാസം കഴിയുമ്പം ഇവൻ്റെ കല്യാണമാണ്. അപ്പോൾ നാട്ടിലൊക്കെ കാണുമല്ലോ അല്ലേ? ഞാൻ നാട്ടിലൊക്കെ കാണും. പക്ഷേ ഈ കല്യാണം നടക്കത്തില്ല. എടാ മോനെ, നീ എന്തൊക്കെയാ പറയുന്നത്? എടാ ഫർഹാൻ, ഇവനെന്താ പറ്റി? കിളി പോയോ? ഉമ്മ അവൻ്റെ കിളിയൊന്നും പോയിട്ടില്ല. ഈ കല്യാണം നടക്കത്തില്ല. എടാ മോനെ, നീ ഇതെന്തൊക്കെയാ പറയുന്നത്? നിങ്ങൾ എന്തെങ്കിലും ഒന്ന് തെളിച്ച് പറ. ഉമ്മ അപ്പം എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ കാണിക്കാനുണ്ട്. ദേ ഈ ഫോട്ടോസും വീഡിയോസും നോക്കിയേ. എൻ്റെ പടച്ചോനെ, അവർക്ക് ഇങ്ങനൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ഈ കൊച്ചിനെ കുറെ മോനെ ഞാൻ കെട്ടിക്കാനിരുന്നത്. അത് നീ പാലൊക്കെണ്ട. അപ്പോൾ ഒരു കാര്യം ചെയ്,
എൻ്റെ ഈ ഫോട്ടോസും വീഡിയോസുമായിട്ട് വേണമെങ്കിൽ അവരുടെ വീട്ടിലോട്ട് അയച്ചു കൊടുത്തിട്ട് ഞങ്ങൾക്ക് ഈ കല്യാണം വേണ്ടെന്ന് ഇങ്ങോട്ട് തീർത്ത് പറ. ആ എന്തായാലും അങ്ങനെ തന്നെ ചെയ്യണം. അവർ അറിഞ്ഞിരിക്കട്ടെ. പക്ഷെ അവർ കുടുംബത്തോട് ഇങ്ങനെയാണെന്ന് ഞാൻ വിചാരിച്ചില്ല. പിന്നെ ഇനി എൻ്റെ കല്യാണക്കാരി ഇവിടെ ആരും മിണ്ടരുത്. എനിക്കിഷ്ടമുള്ള കൊച്ചിനെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരും. അപ്പം നിങ്ങൾ എനിക്ക് കെട്ടിച്ചേരണം. ഓ, ഓഫീസും വീടുമായിട്ട് നടക്കുന്ന നിനക്കൊക്കെ ഏത് കൊച്ചിനാണ് ഇഷ്ടം? എൻ്റെ പൊന്നാൻറ്റി, ഓഫീസ് വീടൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. എപ്പോഴേലും എവിടെയെങ്കിലും വെച്ച് കണ്ട കൊച്ചായാലും മതി. എന്താടാ മോനെ, നീ പറഞ്ഞതിൽ എന്തൊക്കെയോ ഒരു കുത്തുവാക്കുള്ളത് കണക്ക്. ഓ, കുത്തുവാക്കൊന്നും ഇല്ലടാ സഫാന്. നിനക്ക് എവിടെ പോകണമെന്ന് പറഞ്ഞില്ലേ? ഞാനാ എപ്പോൾ പറഞ്ഞടാ? എടാ പൊട്ടാ, നീ ഒന്ന് പുറത്തോട്ട് പോ. എന്താടാ കാര്യം? അയ്യോ, ഒന്നും അറിഞ്ഞൂടാത്ത ഇല്ല കുഞ്ഞ്. എടാ, നീ ഇപ്പോഴേ സഫ്നയുടെ കാര്യം ഇവിടെ ആരും അറിയണ്ട. ഫസ്റ്റ് അവൾക്ക് എന്നോടൊന്ന് ഇഷ്ടമാണോ എന്നൊന്ന് അറിയട്ടെ. നീ ഇപ്പം ചെന്നിട്ട് അവളെന്തായാലും ചോദിക്കും എന്തിനാ പോയെന്നൊക്കെ. അപ്പം നീ ഫറാൻ്റെ കല്യാണക്കാരി എന്ന് മാത്രം പറഞ്ഞാൽ മതി. അവൾക്കൊരു സർപ്രൈസ് ആവട്ടെ. എടാ അങ്ങനെ പറഞ്ഞാൽ അവൾ വിഷമിച്ചിട്ട് വല്ലതൊക്കെ കാണിച്ചാലോ? അങ്ങനെ കാണിക്കാതിരിക്കുന്നത് നോക്കേണ്ടത് നീയാണ്. എൻ്റെ പെണ്ണിന് വല്ലതും പറ്റിയാൽ ഇപ്പം ഞാനാരായി? ശരിയെന്നാ ഞാൻ പോകുന്നു. എനിക്കിനി ഇവിടെ റോളൊന്നും ഇല്ലല്ലോ. എടി, ഇക്കൊക്കെ പോയിട്ട് കുറേ നേരമല്ലോ, ഇതെന്താ വരാത്ത? ഇനി മണ്ടു അവരുടെ ഭയങ്കര തിക്ക് ഫ്രണ്ട്ഷിപ്പല്ലേ, അപ്പം ഇത്രയും നാളും കഴിഞ്ഞിട്ടല്ലേ കാണുന്നത്. അവർക്ക് കുറേ കാര്യങ്ങൾ പറയാനും ചോദിക്കാനും ഒക്കെ കാണും. ശരിയാ. അതിവിടുത്തെ കാറല്ലേ? ഇക്കൊക്കെ വന്നടി. നിങ്ങൾ രണ്ടുപേരും ഫുഡൊക്കെ കഴിച്ചോ? ഇക്കൊക്കെ ഞങ്ങൾ രണ്ടുപേരും കഴിച്ച്. അല്ല, എന്താ ഇത്ര ലേറ്റായ? അത് ഫറാൻ്റെ കല്യാണക്കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നേ. കല്യാണക്കാരിയോ? സഫാനിക്ക, ഞാൻ റൂമിൽ പോയി കിടക്കുക. എനിക്ക് ഭയങ്കര തലവേദന. ഞാൻ ദൈവമുള്ളടുത്ത് ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. ഞാൻ വന്ന് ഡിസ്റ്റർബ് ചെയ്യല്ലേ? ആടി, നീ പോയി കിടന്നോ. സഫ്നാനി, ഞാൻ വരണോ? നീ ഓക്കെ ആണോ? ആടി, ഞാൻ ഓക്കെ. നീ ഇവിടെ ഇരുന്നോ? എന്താ പഠിച്ചോനെ, എനിക്ക് മാത്രം ഇങ്ങനെ സിൻസിയറായിട്ട് ലോയലായിട്ടല്ലേ പഠിച്ചോൻ ഇത്ര നാൾ നിന്നത്. എനിക്ക് മാത്രം ഇങ്ങനെ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു പോയി. പ്ലീസ് ആ കല്യാണം മുടങ്ങനെ. എനിക്ക് ആരുടെയും ലവ് സ്റ്റോറിയിൽ വില്ലനാവണമെന്നില്ല. അവർക്ക് രണ്ടുപേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാണെങ്കിൽ പഠിച്ചോൻ ഈ കല്യാണം നടക്കണേ. പക്ഷേ ഇഷ്ടമില്ലാതെ ഈ കല്യാണം നടക്കുന്നെങ്കിൽ പ്ലീസ് ഫറാനിക്കയുടെ ലൈഫിനെ സ്പോയിൽ ചെയ്യല്ലേ, പ്ലീസ്. പക്ഷെ എനിക്ക് ഉറപ്പുണ്ട്, ഇൻഷാ അല്ലാഹ് എൻ്റെ ഫറാനിക്കയുടെ കല്യാണം നടക്കും. ആയിഷ, നീ എൻ്റെ റൂമിലോട്ടൊന്ന് വന്നേ. എന്തിന്? എൻ്റെ പൊന്നു കുഞ്ഞ്, ഞാൻ നിന്നെ പിടിച്ച് തിന്നാനൊന്നും പോകുന്നില്ല. ഒരു കാര്യം പറയാനാണ്. എനിക്കെന്താണ് പേടി? ഞാൻ വരാം. സഫ്ന ഫറാനെ പറ്റി നിൻ്റെ അടുത്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ? പഠിച്ചോനെ, കുഴപ്പമില്ല. ഇനി ഞാൻ പറഞ്ഞ സഫ്നെ അടിക്കൂ? അതോ ഞാനിപ്പോൾ എന്താ വേണം? നീ പേടിക്കണ്ട, ഞാൻ അവളെ പിടിച്ചൊന്നും ചെയ്യത്തില്ല. നിനക്കറിയാമെങ്കിൽ പറഞ്ഞാൽ മതി. അവൾ പറഞ്ഞിട്ടുണ്ട് അവൾക്ക് ഫറാനിക്ക ഇഷ്ടമായിരുന്നു. ഇപ്പോൾ ഫറാനിക്കയുടെ കല്യാണക്കാര്യം പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ കരയാൻ പോയതായിരിക്കും. നമുക്ക് നല്ല വിഷമമായി കാണും. അവൾക്കിപ്പോഴും ഫറാനിക്ക ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെന്താ, അവളെപ്പോഴും പറയും, അവളുടെ മനസ്സിപ്പോഴും പറയുന്നുണ്ട് അവർ തമ്മിൽ എന്തോ കണക്ഷനുണ്ട്, അവരുടെ കല്യാണം നടക്കും. പക്ഷേ എന്തോ ചെയ്യാൻ? ഒന്നും ചെയ്യാനില്ല. എല്ലാം അറിഞ്ഞിട്ടാണ് ഈ സെൻറ്റി ഡയലോഗൊക്കെ ഇറക്കുന്നത്. എന്തോ അങ്ങനെ സ്റ്റോക്ക്? എടി മണ്ടി, ഞാൻ കല്യാണം കാര്യമെന്നല്ലേ പറഞ്ഞോളൂ. അത് കല്യാണം തുടർച്ചയുള്ള കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ കല്യാണം മുടങ്ങിയ കാര്യങ്ങളായിരിക്കാം. ഇവള് എന്തിനാ ഇങ്ങനെ പെട്ടെന്ന് കരയാൻ പോയത്? അല്ലെന്തോ പറഞ്ഞു വരുന്നത്? അത് ഫറാൻ്റെ കല്യാണം മുടങ്ങി. പിന്നെ അവൻ്റെ ഒരു കൊച്ചിനെ ഇഷ്ടമാണ്. ആ കൊച്ചിൻ്റെ പേര് സഫ്ന എന്നാണ്, എൻ്റെ പെങ്ങളാണ്. അപ്പോൾ അവൾക്ക്
അവനോട് ഇഷ്ടമുണ്ടോ എന്ന് അവനറിയത്തില്ല. ഐ മീൻ ഇപ്പോഴും ഇഷ്ടമുണ്ടോയെന്ന്. സോ അവൻ്റെ പ്ലാൻ എന്ന് പറയുന്നത് അവളെ പ്രപ്പോസ് ചെയ്യാനാണ്. സോ ഒരു ദിവസം അവളെ ബീച്ചിലോട്ട് കൊണ്ടുപോകും. അപ്പോൾ എനിക്ക് ബോറടിക്കാതിരിക്കാൻ വേണ്ടി നീയും കൂടെ വരണം, അത് പറയാനാണ് ഞാൻ വന്നത്. എൻ്റെ കിളി പോയതാണോ അതോ എല്ലാവരുടെയും കിളി പോയതാണോ? ഇതെന്തോന്ന്? കുറച്ച് ഞെട്ടിയിട്ടുണ്ടെന്നറിയാം, എന്നാലും നിൻ്റെ കണ്ണെപ്പോഴും എൻ്റെ പെങ്ങളുടെ മേലിൽ വേണം. കാരണം അവൾ സെറ്റായിട്ടിരിക്കുകയാണ്. അവളുടെ അടുത്ത് ചെന്ന് ഇതൊന്നും പറയില്ല. ഇത് അവൻ തന്നെ പറഞ്ഞതാണ് ഇങ്ങനെ പറയാനും. അവൾ കുറച്ച് വിഷമിച്ചിരുന്നിട്ട് അവളെ പ്രപ്പോസ് ചെയ്യും, ഹാപ്പിയാവും. സോ അവൾ കടുങ്കൈ ഒന്നും ചെയ്യാതിരിക്കാൻ വേണ്ടി നിൻ്റെ കണ്ണ് എപ്പോഴും എൻ്റെ പെങ്ങളുടെ നേർക്കായിരിക്കണം, അല്ലാതെ എൻ്റെ നേർക്കാവരുത്. നിങ്ങൾ നേർക്കോ? ഞാനെന്തിനാ നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്? അല്ലെങ്കിൽ നോക്കാൻ പറ്റിയൊരു സാധനമാണല്ലോ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്. അതെന്താടി ഞാൻ അത്രയ്ക്ക് മോശമാണ്? എന്നെ കാണാൻ കൊള്ളത്തില്ല. രണ്ടാമത്തെ അടുത്തോട്ട് മാറുന്നേ. ഓക്കെ, ഞാൻ നിങ്ങളുടെ പ്ലാനിന് സപ്പോർട്ട് ചെയ്യാൻ നോക്കാം. ഞാൻ ഇപ്പോൾ പോട്ടെ. ഇപ്പം നീ പറ്റുകയാണെങ്കിൽ ഞാൻ പിന്നെ എടുത്തോളാം. ഇനി നീ ഇങ്ങനെ വിഷമിക്കാതെ, നമുക്കൊന്നു പോയി വേറെ ആളില്ലേ, അത് നിനക്കായിരിക്കാം, എനിക്കങ്ങനല്ല. എടാ, നമുക്ക് ഇന്ന് വൈകിട്ടൊരു 4-4:30 ആകുമ്പോൾ ബീച്ചിൽ പോകണം. നീ അവളെ കൊണ്ടുവരണേ. ആടാളിയ സെറ്റ്. എടീ, കുറച്ച് ദിവസമായിട്ട് നീ മൂഡ് ഓഫ് ആയിട്ടിരിക്കുമല്ലേ സഫ്ന? നമുക്കൊന്ന് ബീച്ചിലൊക്കെ പോയാലോ? എനിക്ക് വൈകുന്നേരം നല്ല മൂഡ് ഓഫ് ആയിട്ടിരിക്കുക. എനിക്ക് ബീച്ചിലൊന്നും വരാൻ വയ്യ. എടീ സഫ്ന, പ്ലീസ് ഡി ഒന്ന് സമ്മതിക്കടി. നമുക്ക് പോവാതെ എത്ര നാളടി ബീച്ചിൽ പോയിട്ട്. നമുക്കൊന്ന് വൈബായിട്ട് വരാം. എന്നാൽ ശരി, എത്ര മണിക്കാണ് പോകുന്നത്? നിങ്ങൾ ഒരുങ്ങിക്കോ, നമുക്ക് 4 മണിയാകുമ്പം പോകണം. അല്ല, ഇവയല്ലേ ബീച്ചിൽ പോകണ്ടേ? ഇന്നങ്ങോട്ടാ? എന്തായാലും ബീച്ചിൽ പോയില്ലേ, നിങ്ങൾ രണ്ടുപേരും ഒരു സെറ്റായിട്ടെങ്കിൽ ഇരിക്കും. എനിക്കൊരു കൂട്ടിന് ഞാൻ ഫറാനെ കൂടെ വിളിക്കാൻ വിചാരിച്ച്. ഓ ആയിക്കോട്ടെ. നീ ബീച്ചിൽ പോയെന്ന് പറഞ്ഞപ്പോൾ സഫ്നയും പിന്നെ ഇതേതായി കുട്ടി ഇവരുള്ള കാര്യം നിൻ്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ. പറഞ്ഞിരുന്നെങ്കിൽ നേരത്തെ വരാതിരിക്കാനായിരുന്നോ? എന്തുവാടി നീ എന്താ ഇങ്ങനെയൊക്കെ അവൻ്റെ അടുത്ത് സംസാരിക്കുന്നത്? എൻ്റെ പൊന്നൊന്നുമില്ലേ, ഞാൻ അറിയാമെന്ന് പറഞ്ഞു പോയത്. ഇതാണ് ആയിഷ, ഞങ്ങളുടെ വീടിൻ്റെ അപ്പുറത്തുള്ള കുട്ടിയാണ്. ഇപ്പോൾ വീട്ടിൽ ഉമ്മയും പപ്പയെല്ലാവരും ഉണ്ട്. സഫ്നയ്ക്കൊരു കൂട്ടിനായിട്ട് വന്നത്. ഓ അപ്പിടി. ഓക്കെ, നമുക്കെന്തായാലും ഇനി ബീച്ചിൽ പോയി കുറച്ച് എൻജോയ് ചെയ്യണം. എത്ര നാളായി ബീച്ചൊക്കെ ഒന്ന് കണ്ടിട്ട്. എടി സഫ്ന, നീ എൻ്റെ കൂടെ ഒന്ന് വന്നേ. ഇപ്പോൾ പോകാം. എന്താണ്? നിനക്ക് എൻ്റെ അടുത്തൊന്നും ചോദിക്കാനും പറയാനില്ലേ? 3 വർഷമായില്ലേ കണ്ടിട്ട്. നിങ്ങളുടെ കല്യാണക്കാരിക്ക് എവിടം വരെ? എന്നാ കല്യാണം? ആ കല്യാണം നൈസായിട്ട് ഞാനിങ്ങ് മുടക്കി. എന്തോന്ന്? ഞാൻ കെട്ടാനിരുന്ന പെണ്ണിൻ്റെ അടുത്ത് എനിക്ക് സത്യം പറഞ്ഞൊന്നുമില്ലായിരുന്നു. ഞാൻ ഇങ്ങനെ മുടക്കാൻ വേണ്ടി കാരണം അന്വേഷിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പോഴാണ് അവൾക്ക് വേറൊരാളെ ഇഷ്ടമാണ്, അവർ കുടുംബത്തോടെ എന്നെ പറ്റിക്കാൻ വേണ്ടി ഈ കല്യാണം നടത്തുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ എൻ്റെ ഉമ്മർത്തും അപ്പുറത്തും പറഞ്ഞു കല്യാണം മുടങ്ങി. ശരിക്കും? ഒരാളുടെ കല്യാണം മുടങ്ങി നിനപ്പം എന്തൊരു സന്തോഷം. ഇനി നിനക്കൊരു സർപ്രൈസ് ഉണ്ട്. സർപ്രൈസോ? അതേലും ആ കണ്ണ നടച്ചേ. അന്ന് പ്രപ്പോസ് ചെയ്തതിൻ്റെ വൈരാഗ്യം ഈ വെള്ളത്തിൽ മുക്കി കൊല്ലാനാണോ? ആണെന്ന് എന്നെ കൂട്ടിക്കോ, എന്നിട്ട് 2 കണ്ണും പൂട്ടിയേരെ. ആയിഷബ അവരിതെൻ്റെ ഒരു കിരിക്കാച്ച് പ്രപ്പോസിങ് നടക്കാൻ പോവുക. അതെ, 1 മിനിറ്റ് ഞാൻ എന്താ വരുന്നത്. സഫ്ന, ഇനി നീ കണ്ണുറന്ന് തിരിഞ്ഞോ? എൻ്റെ ഞെട്ടിപ്പോയോ? ബാക്കി കഥകളൊക്കെ പിന്നെ പറയാം. സഫ്ന, ഐ ലവ് യു. വിൽ യു ബി മൈൻ ഫോർ എവർ? പെട്ടെന്ന് പറ. യെസ്, ഓഫ് കോഴ്സ്.
राज ये उसने है मुझ पर खोला के है इश्क मोहब्बत जिसके दिल. സഫ്ന ചോദിക്കുന്നുണ്ടെന്ന് തോന്നുന്നു, ഒരു കിസ് തരട്ടെ? എൻ്റെ പൊന്നു മോനെ, അതൊക്കെ മനസ്സിലുണ്ടെങ്കിൽ മാറ്റി വെച്ചത്. കാരണം ഐ ലവ് ഹലാൽ മാരേജ്. അതെന്തുവാ? എൻ്റെ പൊന്നു ഫലാനിക്ക, അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ കല്യാണം കഴിയുന്നതിന് മുമ്പ് നമ്മൾ ഫിസിക്കലായിട്ട് ഒരു ടച്ചില്ല. ആൻഡ് പിന്നെ എൻ്റെ രീതിയിലെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ലവ് തന്നെ നമ്മുടെ മാരേജ് ആവുന്നത്. എൻ്റെ ഫസ്റ്റ് ലവ് ഫലാനിക്കാണ്. സോ എന്തായാലും അത് നടക്കാതെ. സോ അതുകൊണ്ട് ഇനി ടച്ച് ചെയ്യുമെങ്കിലും കല്യാണം കഴിഞ്ഞിട്ട്. എടാളിയ, നിൻ്റെ പെങ്ങൾ എന്നെ ഇപ്പോഴേ പൂട്ടിയിട്ടുണ്ട്. എന്നാൽ നമുക്ക് കുറച്ച് എൻജോയ് ചെയ്താലോ? പിന്നല്ലാതെ അവൾ എൻ്റെ പെങ്ങളല്ലേ, അങ്ങനെ വരും. പിന്നെ നിങ്ങളങ്ങോട്ട് നടന്നോ, ഞാൻ ഇപ്പം വരാം. ഐഷ ഇങ്ങോട്ടൊന്ന് വന്നേ. എന്താ സഫാനിക്ക? നിനക്ക് വല്ല ബോയ് ഫ്രണ്ടും ഉണ്ടോ? ഇല്ല, എന്ത് പറ്റി? മറ്റൊരു ആളുടെ പെണ്ണിൻ്റെ കൈയും പിടിച്ച് ബീച്ചിൽ നടക്കുന്നതൊന്നും വലിയ രസമുള്ള കാര്യമല്ല. സോ അവരെന്തായാലും എൻജോയ് ചെയ്യാം. സോ എനിക്കും എൻജോയ് ചെയ്യണം, കുറച്ച് ഫണ്ണൊക്കെ വേണം. സോ അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് എൻജോയ് ചെയ്യാം. തനിക്കെല്ലാം എതിർപ്പുണ്ടെങ്കിൽ പറയാം കേട്ടോ. എനിക്കൊരു എതിർപ്പില്ല. അതിൽ ഞാൻ തന്നെ ബോറടിച്ചിരിക്കുന്ന, നമുക്ക് എൻജോയ് ചെയ്യാം. എടാ സഫനെ, ആയിഷ വാ. പറഞ്ഞുതരും കേട്ടോ. ഒക്കെ പറയാൻ ഇനിയും ടൈം ഉണ്ടല്ലോ. ആയിഷ ഇങ്ങോട്ട് വാ. ഇത് കൊള്ളല്ലേ ഫലാനിക്ക? കാക്കാൻ ബീച്ചിൽ നല്ലോണം എൻജോയ് ചെയ്യുന്നത് ഞാൻ കണ്ടായിരുന്നു. അത് പിന്നെ നിങ്ങളവിടെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ രണ്ടിനും വെറുതെ ബോറടിച്ചിരിക്കണമായിരുന്നു. എൻ്റെ പൊന്നുമോളെ ഐഷക്കുട്ടി 3 മാസം മുന്നേ നീ ഇവിടെ വന്നപ്പോൾ എൻ്റെ ഇക്കാക്കയുടെ ഫോട്ടോ കണ്ടപ്പോൾ അത് ഇഷ്ടപ്പെട്ടിട്ട് ക്രഷ് അടിച്ചിട്ട് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞാലല്ലേ. അത് പിന്നെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ ആയിപ്പോയി. എന്നിട്ടിപ്പോൾ ആളെ കണ്ടപ്പോൾ നിൻ്റെ മനസ്സൊക്കെ മാറിയോ? സത്യം പറയാലോ, ഹീസ് എ പെർഫെക്റ്റ് ജെന്റിൽമാൻ. എൻ്റെ അടുത്ത് സംസാരിച്ചതും എനിക്ക് കൂടുതൽ അട്രാക്ഷൻ വന്നതേ ഉള്ളൂ. ഇരി കള്ളി, അപ്പം നീ എൻ്റെ ബ്രദറിനെ യൂസ് ചെയ്യുമായിരുന്നല്ലേ എന്ന്. പാവം അതിൻ്റെ ചാരിത്രം. അജയ് ഒന്ന് പോയി, ഞങ്ങൾ വെറുതെ ജസ്റ്റ് കൈ പിടിച്ച് പിന്നെ അങ്ങോട്ട് കുറച്ച് ഫോട്ടോസ് എടുത്ത് അത്രേ ചെയ്തോളൂ. അതൊക്കെ പോട്ടെ, നീ എന്നാ എൻ്റെ ഇക്കാക്കടുത്ത് പറയാൻ പോകുന്ന? ഇടി അതിന് ഫസ്റ്റ് എൻ്റെ ഇക്കാക്കായ്ക്ക് എന്നെ ഇഷ്ടമാണോ എന്നറിയണം. ആണെങ്കിൽ ഞാൻ തന്നെ പ്രപ്പോസ് ചെയ്യും. ഓക്കെ ഓക്കെ, എൻ്റെ അടുത്ത് പറയണേ. ഇനി ഉമ്മയും അപ്പയും വന്നെന്ന് തോന്നുന്നു. അപ്പോൾ ശരി മോളെ, ഇത്രയും ദിവസം കൊണ്ട് എനിക്ക് കാണാനുള്ളത് ഞാൻ കണ്ടു. എനിക്ക് സന്തോഷമായി. നീ ഹാപ്പിയാണ്, ഞാനും ഹാപ്പിയാണ്. അപ്പോൾ ശരി, ഞാൻ ഇറങ്ങുക. ഇനി ഡിന്നർ കഴിച്ചിട്ട് പോവാം. അതൊക്കെ പിന്നെ പറയണം, അതൊക്കെ അത്രേ ഉള്ളൂ. ഫുഡ് മുഖ്യം. അല്ലാതെ അത്രയും നേരം കൊണ്ട് എൻ്റെ ഇക്കാക്കയെ കാണാമെന്നുള്ളൊരു ഇതുകൊണ്ടല്ലേ. ഗച്ചി ഗള്ളിയെല്ലാം മനസ്സിലാക്കി കളഞ്ഞ്. ഇടി ആയിഷ പോയോ? അവള് കുറച്ച് മുമ്പേ കഴിച്ചിട്ട് ഇറങ്ങി. പിന്നെ ഇക്കാക്കടുത്ത് പറഞ്ഞേക്കാൻ പറഞ്ഞു. ഇടി ഞാൻ ചോദിക്കാൻ പറഞ്ഞത് നീ ചോദിച്ചോ? അവക്ക് ഇപ്പോഴും എൻ്റെ അടുത്ത് വല്ല ഇഷ്ടമുണ്ടോ? എൻ്റെ ഇക്കാക്ക 3 മാസം മുന്നേ ഞാൻ ഇക്കാക്കടുത്ത് പറഞ്ഞ് അവൾക്ക് ഇക്കാക്കയെ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ. അപ്പോൾ ഇക്കാക്ക എന്താ പറഞ്ഞത്? എനിക്കൊന്നും വേണ്ട, അതായത് എന്ത് കണ്ടപ്പോൾ മനസ്സ് മാറിയ.
നീ നിനക്ക് വേണ്ടി ഇത്രയും നല്ലൊരു നാത്തുവിനെ കണ്ടുപിടിച്ചതെന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അപ്പം തന്നെ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞേനെ. എനിക്ക് അവളെന്താ പറഞ്ഞെന്ന് പറ. അയ്യോ എന്തൊരളക്കം ഇത്. അവള് പറഞ്ഞു എന്താണ് ജെന്റിൽമാൻ ആണ്, പിന്നെ ഭയങ്കര ഹാൻസം ആണ്, നേരിട്ട് കാണാൻ കുറച്ചും കൂടെ പിന്നെ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. ഷോ എനിക്ക് വയ്യ. അല്ലീനെ എനിക്കറിയായിരുന്നു. അല്ലടി മറ്റേ പ്രപ്പോസിൻ്റെ കാര്യം എന്തോയി? അത് ഇക്കാക്ക് ഇഷ്ടമാണോ അല്ലയോ എന്ന് അറിഞ്ഞിട്ട് പ്രപ്പോസ് ചെയ്യാനാണ് പുള്ളിക്കാരുടെ പ്ലാൻ. എന്നാ നീ നിൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് പറ എനിക്കിഷ്ടമാണെന്ന്. എന്ത് ക്ലേശാണ്, ഞങ്ങൾക്ക് ഇത്രയും പഞ്ചാരാണെന്ന് ഞാൻ അറിഞ്ഞില്ല കേട്ടാ. എടി ഞാൻ നിൻ്റെ ഇക്കാക്കേടി മതിയടി കളിയാക്കിയത്. എന്നാലും കഷ്ണം തന്നെ. എൻ്റെ ആൾ വിളിക്കുന്നുണ്ട്. അപ്പം ശരി, ബൈ. ഷെടാ ഈ ചെറുക്കൻ എന്തോ എന്നെ വിളിച്ചില്ലല്ലോ. നമ്മളെന്നെ മറക്കാതിരുന്നാൽ മതിയായിരുന്നു. ഇക്കാക്ക ഫറാനിക്കൊക്കെ എന്താ പറയാനുള്ളത്? ഞാൻ എന്താ സ്പീക്കറിലിട്ടിട്ടുണ്ട്. ആടെ ഫർഹാനെ പറഞ്ഞോ. എടാ വേറൊന്നുമില്ല, നമുക്ക് നാളെ ഒരു വൺ ഡേ ട്രിപ്പിന് പോകും. എന്ന് വെച്ചാൽ എനിക്കും അവൾക്കും ഒന്ന് ഒരു വൺ ഡേ ട്രിപ്പിന് വേണ്ടി. സംഭവം എന്താണെന്ന് വെച്ചാൽ സഫ്നയ്ക്കും ഐഷയ്ക്കൊരു ഷോപ്പിങ്ങിന് പോകണമെന്ന് പറയണം. അപ്പോൾ നീ അവരെ ഡ്രോപ്പ് ചെയ്യണം. ഐ മീൻ എന്നൊരു സീനിൻ്റെ ഉമ്മാനും അവിടെ വെച്ച് കളിക്കണം. എന്നിട്ട് ഞാനൊരു കാറുമായിട്ട് പുറത്ത് വെയിറ്റ് ചെയ്യാം. എന്ന് പറഞ്ഞാൽ ആ മോളിൻ്റെ മുമ്പിൽ വെയിറ്റ് ചെയ്യാം. എന്നിട്ട് ഞാൻ സഫ്നയും എൻ്റെ കാലിലും നീ ഐഷയ്ക്കൊരു കമ്പനി കൊടുക്ക്. എടാളിയാ നീ മുത്തടാ മുത്ത്. അതിപ്പോൾ എന്താ പറഞ്ഞാൽ ഞാനും എൻ്റെ പെണ്ണും കറങ്ങാൻ പോകുന്നതിന് നിനക്ക് ഇത്ര ഹാപ്പി? മനസ്സിലായില്ലേ? എടാ പായ, എന്നിട്ട് നീ എൻ്റെ അടുത്തൊന്നും പറഞ്ഞില്ലല്ലോ. അത് പിന്നെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ പോയിടേ. പിന്നെ കറക്റ്റ് 7 മണിയാകുമ്പോൾ 2 കാറും ഷോപ്പിംഗ് മാളിൻ്റെ മുമ്പിൽ വേണം. എന്നിട്ട് നിങ്ങൾ 3 പേരും വീട്ടിലോട്ട് പോകുന്നു, ഞാൻ എൻ്റെ വീട്ടിലോട്ടും പോകുന്നു. പിന്നെ അത്യാവശ്യം അല്ലറ ചില്ലറ ഷോപ്പിംഗ് ഒക്കെ ചെയ്യണം. എന്നാലും വീട്ടുകാരെ കാണിക്കാൻ പറ്റത്തോളം ഷോപ്പിങ്ങിനാണ് പോയെന്ന്. ആടാ നിൻ്റെ ബുദ്ധി വിമാനമല്ലടാ, റോക്കറ്റാണ്. ഒന്ന് പോടാ ചെറുക്ക. എടി സഫ്ന, പിന്നെ നിനക്കിനി വല്ല സംസാരിക്കാനുണ്ടോ? ആടി ശരിയെന്നാ. ലവ് യു. എന്ത് ക്ലീശ ഡയലോഗ്. എന്നിട്ടാണ് നീ എന്നെ ഇവിടെ കളിയാക്കിയത്? ഹലോ, ഞങ്ങൾ കപ്പിൾസാണ്, അപ്പം ഇങ്ങനെയൊക്കെ സംസാരിക്കും. പിന്നെ ഇയാളെ അനിയത്തില്ലേ, അപ്പം ഇങ്ങനെയൊക്കെ വരും. നീ എന്താണ് പോയി റൂമിൽ പോയി ഐഷുവിനെ വിളിച്ച കാര്യങ്ങളൊക്കെ പറ. ഞാൻ പറയാവേ ഐഷു. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നീ നാളെ രാവിലെ എൻ്റെ വീട്ടിൽ വരണം. നമ്മളൊരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് പോവും. ആടി എന്തായാലും നിങ്ങൾ രണ്ടും കാണാൻ ഞങ്ങൾക്ക് രണ്ടും കറങ്ങാൻ അവസരം കിട്ടിയല്ലോ. എടി ഐഷു, പിന്നെ എൻ്റെ കാര്യമൊക്കെ നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. എടി സത്യമാണോടി നീ പറയുന്നത്? ഞാൻ നൈസായിട്ട് ചോദിച്ചു. നാളെ തന്നെ പ്രപ്പോസ് ചെയ്തു. നാളെ എന്തായാലും സമയം കിട്ടും. ആടി പറ്റുവാണെങ്കിൽ നാളെ പറയണം. അപ്പോൾ ഞാനും സഫ്ന എൻ്റെ കാറിൽ, നിങ്ങൾ രണ്ടുപേരും നിൻ്റെ കാറിൽ. ഓക്കെ? അതെ, 7 മണിക്ക് ഇവിടെ എല്ലാവരും വരണം, കേട്ടല്ലോ? ആടാ. പിന്നെ നിന്നെ എനിക്കൊട്ടും പേടിയില്ല, പക്ഷെ എൻ്റെ പെങ്ങളെ എനിക്ക് പേടിയുണ്ട്. എടി അവൻ്റെ പോക്കറ്റ് കീറല്ലേ. അയ്യോ തമാശയാണ്, കേട്ടാ. ഐഷു, എനിക്ക് എൻ്റെ ഫർഹാൻ ചെയ്ത കണക്ക് വലിയ ഗ്രാൻഡായിട്ട് എല്ലാവരും മുമ്പിൽ വെച്ച് പ്രപ്പോസ് ചെയ്യാനൊന്നും ഇഷ്ടമല്ല. അതുകൊണ്ട് ഇവിടെ വെച്ച് ഞാൻ നിന്നെ പ്രപ്പോസ് ചെയ്തു. ഐ ലവ് യു. എൻ്റെ പെങ്ങള് കുറേ മാസം മുന്നേ അടുത്ത് പറഞ്ഞായിരുന്നു നിനക്കെന്നെ ഇഷ്ടമാണ്. ബട്ട് ഇപ്പോഴും ഇഷ്ടമാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. സോ വാട്ട് അബൌട്ട് യു? ഐ ലവ് യു ടു. സത്യം പറഞ്ഞ ഫോട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടതാണ്. പക്ഷേ നേരിട്ട് കണ്ടപ്പോൾ ബിഹേവിയർ കുറച്ചും കൂടി അട്രാക്ഷൻ കൂട്ടി. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്കൊരു വൺ ഡേ ട്രിപ്പ് മാറ്റിയൊരു ഡേറ്റ് ആയിട്ട് എടുക്കാമല്ലേ? ഇത് തുടക്കത്തിൽ പറയാൻ കാര്യം നമുക്ക് ഈ ഫുൾ ഡേ എൻജോയ് ചെയ്യാൻ. അല്ലാതെ ഈവനിങ് ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ ഇന്നത്തെ ദിവസം തന്നെ കുളമായേനെ. ലൈക്ക് രണ്ടുപേരും ഒരുമാതിരി ഒരു കണക്ഷൻ ഇല്ലാത്ത കണക്കിരുന്ന് ഫുൾ ബോറായേനെ. അതെന്തായാലും നന്നായി. പക്ഷെ എനിക്ക് ആകെ ഒരു വിഷമേ ഉള്ളൂ. ഞാൻ ഈവനിങ് പ്രപ്പോസ് ചെയ്യാൻ പറഞ്ഞിരുന്നേ.
സാരല്ല. ആയിഷ അതാണ് വിഷമം. അതന്നെ ഈവനിങ് ഒന്നുകൂടെ പ്രപ്പോസ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇനി സമയമുണ്ടല്ലോ. എപ്പോഴായാലും നമ്മൾ എന്തായാലും സെറ്റാണല്ലോ. അപ്പം എങ്ങനെ പോവല്ലേ? പിന്നല്ല. എന്തായാലും ചെറുക്കൻ്റെ വീട്ടുകാർക്ക് സമ്മതമാണ്, ചെറുക്കന് സമ്മതമാണ്. അപ്പം ഇനി നമുക്കിത് വീട്ടിൽ പറയാല്ലേ? ആയിക്ക സഫ്നയുടെ കോഴ്സ് എന്തായാലും കഴിഞ്ഞല്ലോ. അപ്പം ഇനി എന്തായാലും കെട്ടിച്ചു വിടാം. പിന്നെ രണ്ടു വീട്ടുകാർക്ക് സമ്മതമാണെങ്കിൽ അവൾ എന്തായാലും ഓക്കെ പറയും. എന്താണ് ഡാഡി മമ്മിയുടെ ഒരു ഡിസ്കഷൻ? എടാ സഫ്ന എണീറ്റില്ലേ? ഇല്ല, അവൾ ഇപ്പോഴും കിടന്നുറങ്ങാണ്. എടാ മോനെ, സഫ്നയുടെ കല്യാണം ഉറപ്പിക്കാൻ പോവുക. ചെറുക്കൻ്റെ വീട്ടുകാർക്കും ഓക്കെയാണ്, ചെറുക്കനും ഓക്കെയാണ്. അതെങ്ങനെയാ? രണ്ടുപേരും ഓക്കെ എന്ന് പറഞ്ഞാൽ അവൾ ഓക്കെ ആവണ്ടേ? എടാ അവൾ എന്തായാലും ഓക്കെ പറയും. പിന്നെ ചെറുക്കൻ്റെ പേര് കേട്ടാ നീ ഞെട്ടും. ഓ ഞെട്ടാനെന്താ, ഷാറുഖ് ഖാൻ അതോ BTSലുള്ള ആരെങ്കിലും ആണോ? ഓ അത്രയൊന്നും അല്ലടേ, നിനക്കറിയാവുന്ന ഒരാളാ, ഫർഹാൻ. അവനായിരുന്നു ആശ്വാസമായി. എന്താടാ നീ എനിക്കൊരു ഞെട്ടവും കുലുക്കവും ഇല്ലാത്ത? പിന്നെ നീ എന്തോ പറഞ്ഞ? ഫർഹാൻ അവനൊക്കെ പറഞ്ഞു. അവന് കുഴപ്പമൊന്നുമില്ല, അവനൊക്കെ പറഞ്ഞു. പിന്നെ നിൻ്റെ ഉമ്മ പണ്ട് തൊട്ടേ അവൻ വീട്ടിൽ വരുമ്പോൾ പറയുന്നത് നല്ലൊരു ചെറുക്കനാ, ആലോചിക്കണം എന്നൊക്കെ. അപ്പം നിൻ്റെ വാപ്പാടത്ത് ഞാൻ പറഞ്ഞ് ആളുടെ ഉമ്മയും വാപ്പ വിളിക്കാം. അപ്പം ഇന്ന് രാവിലെ കൊണ്ട് ഇതെല്ലാം ഓക്കെ ആയി. നിന്റെ ഫോണിൽ നോക്ക്, ചിലപ്പോൾ മിസ് കോൾ കാണുമായിരിക്കും അവൻ വിളിച്ചത്. വാപ്പ ഞാനവനെ വിളിച്ചോളാം. അങ്ങനെ സഫ്നയുടെ കല്യാണമായി.
എടി സഫ്നെ, നിനക്ക് സന്തോഷമായല്ലോ. എടി നാളെ എൻ്റെ കല്യാണമാണ്, അതും ഫറാനിക്കയുമായിട്ട്. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇതൊക്കെ ഒരു സ്വപ്നമായിട്ട് തോന്നുക. ഞാൻ ഇത്രയും ലോയലായിട്ട് ഒരാളെ സ്നേഹിച്ചിട്ട് അയാളെ തന്നെ കിട്ടിയെന്ന് അറിഞ്ഞപ്പോൾ അൽഹംദുലില്ലാ, നാളത്തെ ഒരു ദിവസം കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര ഹാപ്പിയാവും. على جبين سعادتي وأفكاري تجري الحروف بأشواق وأزدان. هذه يا قد سرت للسعد في أمل تروي الجمال بألفان وأطيان. عروسة النور تاج البدر يبرزها نجما يشع بأنوار وأنوار. مبارك زوجها جاءت على درر زوج النقاء بتتويج وإبهار. كل القلوب تناهت في السنة فرحا بالحسن يبرق في حسن وإصرار. كل القلوب تناهت في السنة فرحا بالحسن يبرق في حسن وإصرار. على جبين سعادتي وأفكاري تجري الحروف بأشواق وأزدان. هذه يا قد سرت للسعد في أمل تروي الجمال بألفان وأطيان. أسماء ترسم ألحان الوفا كلما يبدو بديعا على خير وإيثار. ومريم ترتوي بالحب قد بعثت ألفاظها فرحة تروى بأمطار. كذاك شيماء تسقي الروح بهجتها وتنتقي حبها من غير اختار. كذاك شيماء تسقي الروح بهجتها وتنتقي حبها من غير اختار. كل التباريك تجري يا وبها كل الدعاء إلى رحماننا الباري بأن يفيض عليك الله نعمة. അല്ലടി ഐഷു, ഇനി എന്നാ നമ്മുടെ കല്യാണം? അതെന്തായാലും ഈ പാർട്ടിൽ കാണത്തില്ല. ഇനി സെക്കൻഡ് പാർട്ട് ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് കാണാം. എടാ അറിയ, നീ അവളെ നല്ലോണം നോക്കുമെന്ന് എനിക്കറിയാം. എന്നാലും ഒരു ആംഗ്ലം എന്ന രീതിയിൽ ഞാൻ പറയാം, അവളെ നന്നായി നോക്കണേടാ. ആടാ, ഞാൻ പൊന്നുമല്ല നോക്കും. ആടാ, എനിക്കത് കേട്ടാൽ മതി. അയ്യേ, സഫാനിക്ക് കഴിയാൻ പോവാണ്. ഒന്ന് പോടി, നീ ഒന്ന് പെട്ടെന്ന് പോ. എനിക്ക് എന്നിട്ട് വേണം ആ ലഡുവും ജിലേബിക്ക് എടുത്ത് കഴിക്കാൻ. കളിച്ചലും ഞാൻ പോന്നു കേട്ടാ. അപ്പിക്കാക്ക, ഞാൻ പോവാണേ. അസ്സലാമലൈക്കും. സന്തോഷത്തോടെ പോകട്ടോ. വലൈക്കും അസ്സലാം. അമ്മ അപ്പ ദാളിയ ഇറങ്ങുവാണേ. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം മോനെ. ഇന്ന് നമ്മുടെ ഫസ്റ്റ് നൈറ്റാണ്. അതെനിക്കറിയാം, ഞാൻ അത്രയ്ക്കെല്ലാം മുണ്ടിയൊന്നുമല്ല കേട്ടോ. ഇനി അങ്ങനല്ല ഞാൻ പറഞ്ഞത്, ഇന്ന് നമ്മുടെ കല്യാണം കഴിഞ്ഞു. അതെനിക്കറിയാലോ. നിന്റെ ആഗ്രഹം പോലൊരു ഹലാൽ മാരേജ് ആയിരുന്നു. അതും എനിക്കറിയാലോ. അല്ല, അങ്ങനെയാണെങ്കിൽ നിന്റെ ഫസ്റ്റ് കിസ് ഞാൻ തരട്ടെ? അത് ഓൾറെഡി സ്റ്റേജിൽ വെച്ച് തന്നെയാണല്ലോ. ഇനി അതാണ് ഫസ്റ്റ് കിസ്. അത് ഞാൻ നെറ്റിയിലല്ലേ തന്നത്. നീ എന്നെ കളിയാക്കല്ലേ? എല്ലാം അറിയാനായിട്ട് ഒരു മതി അറിഞ്ഞൂടാത്ത കണക്ക്. ഒരു മിനിറ്റ്, ലൈറ്റ്. ഓക്കെ അത് ഞാൻ ഓഫ് ചെയ്യാം.
ഗുഡ് മോർണിംഗ് മാഡം. ഇപ്പോഴാണോ എണീറ്റ്? ഗുഡ് മോർണിംഗ് ഇക്ക. ഹൗ വാസ് ലാസ്റ്റ് നൈറ്റ്? ബെറ്റർ ദാൻ എക്സ്പെക്റ്റഡ്. ഓ, അപ്പോൾ ഇന്ന് നൈറ്റ് നമുക്ക് കുറച്ചും കൂടെ സൂപ്പറാക്കാം. എൻ്റെ പൊന്നു, ഇന്നത്തെ പകലത്തെ സ്ഥിതി ഞാൻ നോക്കട്ടെ, എന്നിട്ട് മതി രാത്രിത്തെ. പൊന്നു മോളെ, ഇത്രയും നാളും എങ്ങനെ ഞാൻ കൺട്രോൾ ചെയ്തെന്ന് എനിക്ക് പോലും അറിഞ്ഞൂടാ. താങ്ക്സ് ഫോർ കോപ്പറേറ്റിംഗ് വിത്ത് മീ. ഞാനും കുറച്ച് കൺട്രോൾ ചെയ്തു. സഫ്ന, ഐ ലവ് യു a lot. You will be mine forever. Love you too, Faranika. And do you know, I will be for yours forever. ഇക്ക, ശരിക്കൊരു കാര്യം അറിയാവോ? എന്താടി? ഇക്ക, ശരിക്കും മാരേജ് കഴിഞ്ഞപ്പോഴല്ല, ഇന്നലത്തെ നൈറ്റ് കഴിഞ്ഞപ്പോഴാണ് ശരിക്കും ഇതൊരു ഹലാൽ മാരേജ് ആയത്. ആർമീസ് ഇതൊന്ന് കേൾക്കണേ. സോ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലെന്ന് എനിക്കറിയില്ല. ഇഷ്ടപ്പെട്ടെങ്കിലും ഒന്ന് കമൻറ്റിൽ എങ്ങനെ ഉണ്ടായിരുന്നു, പിന്നെ വല്ല സജഷൻസ് ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്നിടണേ. പിന്നെ ഇതിന് നെക്സ്റ്റ് പാർട്ട് ഉണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കൊരു സ്റ്റോറി മൈൻഡിലുണ്ട്, പക്ഷേ ടൈം കിട്ടുമെന്ന് എനിക്കറിഞ്ഞൂടാ. സോ അതുകൊണ്ട് കൂടുതൽ എക്സ്പെക്റ്റ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. ചിലപ്പോൾ കാണും, ചിലപ്പോൾ കാണില്ല. പിന്നെ ഇതിന് സെക്കൻഡ് പാർട്ട് ഉണ്ടെങ്കിൽ അത് മെയിൻ ഷിപ്പിംഗ് അത് യൂണിയനായിരിക്കും. കാരണം ഇത് സ്റ്റേ കുക്കായിരുന്നല്ലോ. സോ അത് ഉണ്ടെങ്കിൽ യൂണിയനായിരിക്കും. മൈ മാഫിയ ബോയ്ഫ്രണ്ട്, സിഗ്മ ബോയ്ഫ്രണ്ടിൻ്റെ ഒക്കെ വീഡിയോസ് വരും. പക്ഷെ എനിക്ക് കുറച്ച് ടൈം വേണം, കാരണം എൻ്റെ ഫോൺ അത്രയ്ക്ക് വലിയ രസമില്ല എഡിറ്റ് ചെയ്യാൻ. പിന്നെ എനിക്ക് കുറേ വൺ ഷോട്ടിൻ്റെ ഐഡിയാസ് ഉണ്ട്, അതൊക്കെ ഞാൻ ചെയ്യുന്നതായിരിക്കും. എനിക്ക് ടൈം മാത്രമേ ഉള്ളൂ എൻ്റെ മുന്നിലൊരു പ്രശ്നം. പിന്നെ ടൈമും പിന്നെ എഡിറ്റ് ചെയ്യാനുള്ള സാഹചര്യം, അത് മാത്രമല്ല. അതില്ലെങ്കിൽ ഇനിയും കുറേ വൺ ഷോട്ട് ഇടും. അതുകൊണ്ട് എപ്പോൾ വരും എന്നുള്ള ക്വസ്റ്റ്യൻ ഞാൻ കാണുന്നുണ്ട്, കണ്ടിട്ട് മൈൻഡ് ചെയ്യാത്തല്ല. എഡിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ അതിന് റിപ്ലൈ തരാം. സീക്രട്ട് ബിറ്റ്വീൻ അസിൻ്റെ ഒക്കെ എപ്പിസോഡ് എപ്പോൾ വരുമെന്നുണ്ട്. ഞാൻ എഡിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരാം എപ്പോൾ വരുമെന്ന്. പിന്നെ സമയം സാഹചര്യം. പിന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കില്ലേ, കമൻറ്റ് ചെയ്താൽ നമുക്കൊരു എനർജി എടുത്തോളൂ. സോ ഇഷ്ടപ്പെട്ടെങ്കിൽ അതും കൂടെ ഒന്ന് പറയണേ. സോ ലവ് യു ഓൾ. സാറാ